എല്ലാവർക്കും നമസ്കാരം. ചില അനുഭവങ്ങൾ വളരെ നീളം കൂടിയതായിരിക്കും. എഴുതി അയച്ചു തരുന്നത്, ടൈപ്പ് ചെയ്ത് അയച്ചു തരുന്നതൊക്കെ. അത്രയും ബുദ്ധിമുട്ടിയാണ് എഴുതിയും ടൈപ്പ് ചെയ്തൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഭഗവാൻ നമ്മുടെ ജീവിതമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങളും സങ്കടങ്ങളും ഭഗവാന്റെ സഹായങ്ങളൊക്കെ കേൾക്കുന്നത് നമുക്കൊരു ഭാഗ്യം തന്നെയല്ലേ? അപ്പം ഏതായാലും ഈ അനുഭവം ഒന്ന് കേട്ട് നോക്കാമല്ലോ. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാനൊരു വയനാടുകാരിയാണ്. ഭർത്താവും 2 മക്കളും അടങ്ങുന്ന കുടുംബം. എനിക്ക് 41 വയസ്സുണ്ട്. ഞാൻ ത്രിമധുരം ചാനലിലെ അംഗമല്ല. പക്ഷേ സാറ് പറയുന്ന അനുഭവങ്ങൾ അധികവും കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാറുണ്ട്. കല്യാണം കഴിഞ്ഞ് 20 വർഷം തികഞ്ഞു. ഞങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് നാമജപവും പ്രാർത്ഥനയും കഴിഞ്ഞ് അന്നത്തെ ദിവസം ആരംഭിക്കാറുള്ളൂ കേട്ടോ. വന്ന കാലം മുതൽക്കേ ഭർത്താവ് ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തനാണ്. എല്ലാ വർഷവും ഗുരുവായൂർക്ക് പോകും. അന്നൊന്നും എനിക്ക് ഗുരുവായൂരപ്പനോട് പ്രത്യേകിച്ചൊരു ഭക്തിയും തോന്നിയിരുന്നില്ല. മക്കളുടെ 2 പേരുടെയും ചോറൂണ് ഗുരുവായൂരിൽ വെച്ചാണ് നടത്തിയത്. ഒരു 6-7 വർഷം മുൻപാണ് എനിക്ക് ഗുരുവായൂരപ്പനോട് ഭക്തി ഉണ്ടായി തുടങ്ങിയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെ 27 വർഷമായി മുടങ്ങാതെ സപ്താഹം നടത്തി വരുന്നുണ്ട്. അങ്ങനെ അവിടെ സപ്താഹത്തിന് പോകുമ്പോൾ കണ്ണൻ്റെ കഥകൾ കേട്ടിട്ടാണ് ഞാൻ ഭഗവാന്റെ ഭക്തയായത്. എൻ്റെ ഭർത്താവിന് ബേക്കറി കടയാണ്. ഒരു സാധാരണ കുടുംബവും. കൊറോണ വരെയും നല്ല രീതിയിൽ കച്ചവടം നടന്നു. അതിനുശേഷം ഞങ്ങൾ കൊടിയ ദാരിദ്ര്യം പിടിപെട്ടു. ജീവിക്കാൻ വളരെ കഷ്ടപ്പെട്ടു. ഭഗവാന്റെ അനുഗ്രഹത്താൽ എങ്ങനെയോ പിടിച്ചു നിർത്തി ഞങ്ങളെ. മോൻ പഠിക്കാൻ വളരെ പിറകോട്ടായിരുന്നു. 10ാം ക്ലാസ്സും +2 എങ്ങനെയോ പാസ്സായി. +2 കഴിഞ്ഞ് എന്ത് ചെയ്യും ഭഗവാനെ എന്നായി. മാർക്ക് കുറവായതുകൊണ്ട് എന്ത് കോഴ്സ് വേണമെങ്കിലും പൈസ വേണം. ഒരു മാർഗവുമില്ല. പട്ടിണി കിടന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഇരിക്കെ മോനോടൊരു കസിൻ ചോദിച്ചു, ഇനി എന്ത് ചെയ്യുന്നുവെന്ന്. മോൻ പറഞ്ഞു, എന്തിനു പോകണമെങ്കിലും പൈസ വേണം. കസിൻ പറഞ്ഞു, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചോളാൻ. അത് അവന് താല്പര്യമായിരുന്നു. ഭഗവാനോട് പറഞ്ഞു. അങ്ങനെ പാലക്കാട് യുവക്ഷേത്ര കോളേജിലുള്ള ഒരു സാറിനെ വിളിച്ച് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ മോന് 50% മാർക്കേ ഉള്ളൂ. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 50%-ൽ കൂടുതൽ വേണം. ഭഗവാനെ എന്ത് ചെയ്യും? പുറത്തിരുന്ന് ഭഗവാനോട് ഞങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചു. OBC വല്ലതിലും പെട്ടതാണോ എന്ന്. അതേ എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നാൽ അഡ്മിഷൻ എടുത്തോളൂ, ഇനി വരുമ്പോൾ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ചേർക്കാൻ പോകുമ്പോൾ പൈസ ഒന്നും തന്നെ കയ്യിലില്ല. കുറേ പേരോട് ചോദിച്ചു. അധികവും എൻ്റെ വീട്ടിൽ നിന്നാണ് തരാറുള്ളത്. പക്ഷേ ഇത്തവണ അവർക്ക് തരാനുണ്ടായിരുന്നില്ല. പക്ഷേ അയൽവാസി ചേച്ചി തന്ന് സഹായിച്ചു. അങ്ങനെ മോൻ അവിടെ 2 സെമ്മും പാസ്സായി. ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ല മിടുക്കനായിട്ട് പഠിക്കുന്നുണ്ട്. ആങ്ങളയുടെ കുട്ടിക്ക് ചോറൂണിന് പോയതാണ് 8 വർഷം മുൻപ് ഗുരുവായൂരിൽ. അത് കഴിഞ്ഞും എല്ലാ വർഷവും ഹസ്ബൻഡ് ഗുരുവായൂർക്ക് പോകുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും ഭഗവാനെ കാണാൻ. എന്താ ചെയ്യുക, എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. പോകുന്ന സമയത്ത് കാശ് കുറവാവും. പിന്നെ ഞാൻ വാശി പിടിക്കാറില്ല. ഭഗവാനോട് പറയുമെല്ലാം. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ ഹസ്ബൻഡ് ഗുരുവായൂർക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുമെന്ന്. പക്ഷേ 2 ആൾക്കും കൂടി പോവാൻ പൈസ കുറയാവും. നിന്നെയും മക്കളെയും കൂട്ടി ഞാൻ പോവുമെന്ന്. അങ്ങനെ ഭർത്താവ് പോയി വന്ന് പ്രസാദമെല്ലാം കഴിച്ച് പ്രാർത്ഥിച്ചു. കണ്ണാ, മരിക്കുന്നത് മുൻപ് നീ എന്നെ ഒന്ന് ഗുരുവായൂർ കൊണ്ടുപോകണേ എന്ന്. അങ്ങനെ 3-4 ദിവസമായപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനും ഒരു ചേച്ചിയും കൂടെ ഗുരുവായൂരിൽ പോയി. ക്യൂ നിന്ന് കണ്ണൻ്റെ അടുത്ത് എത്തിയപ്പോൾ കണ്ണൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. സ്വപ്നത്തിലാട്ടോ. എനിക്ക് വല്ലാത്ത സങ്കടമായി. അപ്പോൾ എൻ്റെ കൂടെ വന്ന ചേച്ചി കണ്ണനെ പിടിച്ച് നേരെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇതാ നല്ലോണം കണ്ടോ എന്ന്. അങ്ങനെ ഉരുണ്ട കവിളുള്ള കറുത്ത കണ്ണനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ മോൻ്റെ 3rd സെമ്മിൻ്റെ ലാസ്റ്റ് എക്സാം ആയിട്ടോ. ഫീസ് അടയ്ക്കാൻ പറഞ്ഞിരുന്നു. എവിടുന്നും തിരിഞ്ഞില്ല. ഇനി 2 ദിവസം മാത്രം. രാവിലെ കുളി കഴിഞ്ഞ് ഞാനും ഭർത്താവും പൂജാമുറിയിലേക്ക് ഓടി. ഭഗവാനെ, എന്തൊരു പരീക്ഷണമാണ്. മോന് എക്സാം എഴുതണ്ടേ? ഫീസ് അടച്ചില്ലെങ്കിൽ എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. ഭഗവാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. കുറേ വർഷമായി ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ട്. കുറേ ആയി ശ്രമിക്കുന്നതായിരുന്നു. മോന് ഫീസ് അടയ്ക്കാനുള്ള ദിവസത്തിൻ്റെ തലേ ദിവസം ഭഗവാൻ ആ സ്ഥലം കച്ചവടമാക്കി തന്നു. അങ്ങനെ മോൻ്റെ ഫീസ് അടച്ചു. എല്ലാം ഭഗവാന്റെ മായയാണ്. അങ്ങനെ സ്ഥലം വിറ്റില്ലേ, നമുക്ക് ഗുരുവായൂർക്ക് പോകാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ ഏറെ നാളത്തെ എൻ്റെ ആഗ്രഹം നടത്തി തന്നു ഭഗവാൻ. വടക്കേ നടവഴിയാണ് ഞങ്ങൾ എത്തിയത്. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാനിത് പറയുകയാണെങ്കിൽ കരഞ്ഞു പറയാൻ കഴിയില്ല. അതാണ് ടൈപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഭഗവാന്റെ മണ്ണിൽ കാലുകുത്തിയത്. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. അങ്ങനെ വേഗം റൂമെടുത്ത് ഫ്രഷായി ഞങ്ങൾ വരുന്നു. ദീപാരാധന രാത്രി ശീവേലി കണ്ടു. അതിയായ ആഗ്രഹമായിരുന്നു തൃപ്പുക കാണണം, പ്രസാദം കഴിക്കണമെന്ന്. കണ്ണൻ അതും സാധിപ്പിച്ചു തന്നു. പിന്നെ ആങ്ങളെയും മക്കളും കൂടി റൂമിലേക്ക് പോയി. ഞാനും ഭർത്താവും നാത്തോനും കൂടി നിർമാല്യത്തിനുള്ള വരി പിടിച്ചു. ഭഗവാനെ, എന്തെന്നില്ലാത്ത സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യ സാർ. ഭർത്താവ് ചോദിച്ചു, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഭഗവാനെ ഒന്ന് അടുത്തിരുത്തി കണ്ടാൽ മാത്രം മതി. ഭർത്താവിൻ്റെ നിർബന്ധത്താൽ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നു.
വന്നു നോക്കുമ്പോൾ കൃഷ്ണനാട്ടം കളി തുടങ്ങിയിരിക്കുന്നു. ഭഗവാനെ, അതും കാണാൻ ഭാഗ്യമുണ്ടായി. 12 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുളി കഴിഞ്ഞ് വീണ്ടും വരിയിലെത്തിയിട്ടോ. തലേ ദിവസം ദീപാരാധന സമയത്ത് തൊഴാൻ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിലായിരുന്നു. അതുകൊണ്ടാവാം എന്തോ കണ്ണന് ശരിക്കും കണ്ടില്ല. പക്ഷേ നിർമ്മാല്യത്തിന് വരുമ്പോൾ നല്ലോണം കാണിച്ചു തരണേ കണ്ണ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ മുന്നിലെത്തിയപ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന താമര, ഓടക്കുഴൽ, തുളസി തുടങ്ങിയവ നടയുടെ 2 വശത്തു നിന്ന് മാറ്റുന്ന തിരക്കിലാണ്. ആ തക്കത്തിന് എനിക്ക് ഭഗവാനെ അല്പസമയം നിന്ന് കാണാൻ കഴിഞ്ഞു. ഇത് ഭഗവാൻ എനിക്ക് തന്ന സൗഭാഗ്യം തന്നെയാണ് മായക്കണ്ണൻ. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉച്ചപൂജ തൊഴാൻ. അതിനും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ പുറത്ത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ ഒരാളോട് ചോദിച്ചു, എവിടെയാണ് താമരക്കണ്ണനെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇതല്ലേ താമരക്കണ്ണനെന്ന്. ഭഗവാന് എന്തൊരു മായ. ഞാൻ വേഗം എല്ലാവരെയും കാണിച്ചു കൊടുത്തു. പിന്നെ പുറത്തു വന്ന് ഭഗവാനോട് യാത്ര പറഞ്ഞു. ഇനിയും വൈകാതെ കാണിക്കണേ എന്ന്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, ഭഗവാന് സമർപ്പിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് തുളസി കൊണ്ടുപോയിരുന്നു. നിർമ്മാല്യത്തിന് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. സാർ ക്ഷമിക്കണേ, 1-2 കാര്യം കൂടി എഴുതാനുണ്ട്, പറയാതെ വയ്യ. മോൻ്റെ കോളേജിൽ നിന്നും ഖത്തറിലേക്ക് ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്. അവർ 2-3 വർഷമായിട്ട് ചില പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളെ എടുക്കാറില്ല. എങ്കിലും മോൻ്റെ പേരും കൊടുത്തു. പക്ഷേ വന്നില്ല. മോൻ വളരെ ആഗ്രഹിച്ചതായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ഖത്തറിൽ തന്നെ ഒന്നുകൂടി ഉണ്ടെന്ന് പറഞ്ഞു. മോൻ്റെ പേര് പിന്നെയും സാറ് കൊടുത്തു. സാറ് പറഞ്ഞു, 99% പ്രതീക്ഷിക്കേണ്ട, വെറുതെ കൊടുത്തേ എന്നേ ഉള്ളൂ എന്ന്. ഭഗവാന്റെ പാദത്തിൽ ഇതും സമർപ്പിച്ചു. മോൻ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയും, ഒന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്, എല്ലാം ഭഗവാനാണ്. ഭഗവാന് താല്പര്യമുണ്ടെങ്കിൽ മോന് അതുപോലെ നടക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് നാളെ തന്നെ പോകണമെന്ന് അറിയിപ്പ് വന്നു. മോൻ പറഞ്ഞു, അത് പോയമ്മേ, പ്രതീക്ഷിക്കേ വേണ്ട എന്ന് സാറ് പറഞ്ഞു. പിറ്റേ ദിവസം വേറെ ഒരു കുട്ടിക്ക് വിസ വന്നു, നാളെ തന്നെ പോകണമെന്ന്. ഇതൊക്കെ മോൻ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നുണ്ട്. 1 മണിക്കൂറായപ്പോൾ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, മോന് വിസ വന്നു, നാളെ രാവിലെ 7:30 ഫ്ലൈറ്റ്. ഭഗവാനെ, ഞാൻ വേറൊരു കടയിലായിരുന്നു അപ്പോൾ ജോലി ചെയ്തിരുന്നത്. ഇത് കേട്ടതും ഭഗവാനെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. കണ്ണൻ തുണച്ചു. മോൻ്റെ ആഗ്രഹം സാധിച്ചു. എല്ലാം ഭഗവാന്റെ മായ, അതല്ലാതെ ഒന്നും പറയാനില്ല. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ വയനാടായതുകൊണ്ട് ആ സമയം അവിടെ എത്താൻ സാധിക്കില്ല. ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ തന്നെ മോനെ കയറ്റിവിടണമെന്ന്. എന്തു ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മോൻ വിളിക്കുന്നു. മോൻ്റെ കൂടെ പോകുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു അവരുടെ വീട്ടിലേക്ക് പോവാൻ, ആ മോൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവനെയും കൊണ്ടുപോകാമെന്ന്. അങ്ങനെ അവിടെയും മഹാമായ കാണിച്ചു. പൊന്നു ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ മോൻ പോയിട്ടോ. അവിടെ എത്തി. ഓരോരുത്തരും ഓരോരോ വില്ലയിലാണ് താമസം. നല്ല സെറ്റപ്പ് റൂമുകൾ. 2-ാമത്തെ ദിവസം പറഞ്ഞു, മോനെ റൂം മാറ്റുമെന്ന്. വേറെ വില്ല കുറച്ച് ദൂരത്താണ്, അവിടേക്ക് മാറ്റുമെന്ന്. ഭഗവാനെ, വല്ലാത്ത പേടി തോന്നി ഞങ്ങൾക്ക്. ഇവർ 4 ആളാണ് ഇത്തവണ പോയത്. എല്ലാവരും ഒരുമിച്ചാവുമ്പോൾ ഒരു സമാധാനമല്ലേ. മോനെ മാത്രം മാറ്റുമെന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം. നേരെ പൂജാ റൂമിലേക്ക് ഓടി ഭഗവാനോട് പറഞ്ഞു, അറിയാത്ത സ്ഥലമല്ലേ ഭഗവാനെ, മോനെ ഒറ്റയ്ക്കാക്കല്ലേ എന്ന്. അങ്ങനെ 3-4 തവണ റൂം മാറ്റുമെന്ന് പറഞ്ഞതല്ലാതെ ഭഗവാൻ മാറ്റാൻ സമ്മതിച്ചില്ല. എന്തൊരു മായ. 1 മാസത്തേക്കാണ് മോൻ പോയത്. ഡിസംബർ 27 രാവിലെ മോൻ കൊച്ചിയിൽ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങും. ആ ദിവസം തുടങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ കൂട്ടാൻ പോവാമെന്ന് തീരുമാനിച്ചു. 26-ന് 7 മണിക്ക് പുറപ്പെടാമെന്ന് ആങ്ങള പറഞ്ഞു. ബേക്കറി കച്ചവടം ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ തിരക്കാവും, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ എന്ന് ഭർത്താവ് പറഞ്ഞു. അങ്ങനെ ഞാനും മോളും ആങ്ങളെയും നാത്തൂനും 2 മക്കളും കൂടി പോവാമെന്ന് തീരുമാനമായി. ആങ്ങളയ്ക്ക് 2 ദിവസം മുന്നേ പനിയായിരുന്നു. ഇപ്പോൾ കുറവുണ്ട്, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കൂടിയല്ലേ പോകുന്നത്, മണ്ഡലം 41 ഭഗവാനെ വർഷത്തിലൊരിക്കൽ കളഭം കൊണ്ട് അഭിഷേകം നടത്തുന്ന ദിവസമാണ്. നിങ്ങൾ ഭഗവാനെ പോയി തൊഴുതു വരണമെന്ന് പറഞ്ഞു. ഒപ്പം ഭർത്താവ് ഒന്നുകൂടി പറഞ്ഞു, എനിക്ക് ഏതായാലും അതിനുള്ള ഭാഗ്യമില്ല, എൻ്റെ മക്കളെങ്കിലും അത് കണ്ട് തൊഴട്ടെ എന്ന്. പോകുന്ന ദിവസം വൈകുന്നേരം 7 മണിയായപ്പോൾ ആങ്ങളെ വിളിക്കുന്നു. ഇത്ര നേരം പനിയില്ലായിരുന്നു, ഇപ്പം വീണ്ടും പനിക്കാൻ തുടങ്ങി. എങ്ങനെയാ അവിടെ വരെ വണ്ടി ഓടിക്കുക? ഭർത്താവിനാണെങ്കിൽ ഡ്രൈവിംഗ് അറിയില്ല. ഭഗവാനെ എന്തു ചെയ്യും? കണ്ണാ പരീക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, സാരമില്ല, കട ഒരു ദിവസം അടച്ചിടാം, ഞാനും കൂടെ വരാമെന്ന്. പെട്ടെന്നായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി ഒരു ഡ്രൈവറെ തപ്പിപ്പിടിച്ചു. അങ്ങനെ ഞാനും ഭർത്താവും മോളും കൂടി പോയി. മോനെ കൂട്ടി വരുന്ന വഴിക്ക് ഭഗവാന്റെ അടുത്തെത്തി. അന്ന് എല്ലാവർക്കും അറിയാം എന്തെന്നില്ലാത്ത തിരക്ക്. ഞങ്ങൾ 11:30 വരി നിന്നിട്ട് രാത്രി 8 മണിക്കാണ് ഭഗവാനെ കാണുന്നത്. മോന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷേ ക്ഷമയോടെ നിന്നു. അങ്ങനെ ഞങ്ങൾ ഭഗവാന്റെ കളഭാഭിഷേകം കണ്ടു. കണ്ണൻ്റെ ഒരു മായയല്ലേ, പുറപ്പെടാൻ നേരം പനി മാറിയ ആൾക്ക് പിന്നെയും പനി വന്നത്. അതാണ് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല, ഭഗവാനാണ് എല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ആങ്ങളാണ് വരുന്നതെങ്കിൽ ഇത്ര തിരക്കിലൊന്നും ഭഗവാനെ കാണാൻ കൂട്ടാകില്ലായിരുന്നു. എല്ലാം ഭഗവാൻ അറിയാം. പൊന്നുണ്ണിക്കണ്ണ, എന്നും നാമം ജപിക്കാൻ അനുഗ്രഹിക്കണേ. എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. സാറിൻ്റെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാനും ആഗ്രഹിച്ചു എൻ്റെ അനുഭവം ഭഗവാന്റെ ഭക്തരെ അറിയിക്കണമെന്ന്. സാർ ക്ഷമിക്കണോ, അല്പം നീണ്ടുപോയി. എന്നാലും എഴുതാതെ വയ്യ സാർ, ഞങ്ങൾ കാത്തിരിക്കും ഈ ഒരു അനുഭവം സാർ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ത്രിമധുരം ഗ്രൂപ്പിൽ എനിക്കൊരു കൃഷ്ണഭക്തയുണ്ട്, സലില എന്നാണ് പേര്. വയനാട് ഇരുത്തുള്ള ചേച്ചിയാണ്
നിർത്തട്ടെ സാർ, സർവം കൃഷ്ണാർപ്പണമസ്തു. ക്ഷമിക്കണം, പ്രധാനപ്പെട്ട ഒരു കാര്യം മേലെ പറയാൻ വിട്ടുപോയി. മോനിപ്പോൾ ഫോർത്ത് സെമ്മാണ്. അന്നത്തെ സാഹചര്യത്തിൽ മോനെ ആ കോളേജിൽ നിർത്താൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഫീസും ഹോസ്റ്റൽ ഫീസും കൂടെ 8 ലക്ഷമാണ് പറഞ്ഞത്. 4 വർഷത്തേക്ക്. ഭഗവാന്റെ ഒരു മായയാണ് അവിടെയും ഉണ്ടായത്. സാർ ഇതുകൂടി കൂട്ടിച്ചേർക്കണേ. ഒരു കടൽ മാതിരി ഉണ്ടായിരുന്നു അല്ലേ? അനുഭവം, അനുഭവം, അനുഭവം. ഒരു ജീവിതം തന്നെ കേട്ടില്ലേ എല്ലാവരും? മകൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും ഭഗവാന്റെ സ്നേഹവും ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക. ഗ്രൂപ്പിലേക്ക് വരേണ്ടവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്രൂപ്പിൽ.